മഹാഭാരത യുദ്ധം ആരംഭിക്കും വേള ആയിക്കഴിഞ്ഞിരിക്കുന്നു. സർവസന്നാഹങ്ങളും തെളിച്ചുകൊണ്ട് കൗരവ പാണ്ഡവന്മാർ കുരുക്ഷേത്രമെന്ന മഹാഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും വശങ്ങളിലായി അണിനിരന്നു. കൗരവപക്ഷത്ത് യുവരാജൻ ദുര്യോധനനും അദ്ദേഹത്തിൻ്റെ പടയും അതിൻ്റെ അമരത്ത് ഭീഷ്മ പിതാമഹനും, മറുവശത്ത് അതായത് പാണ്ഡവ പടയിൽ ദൃഷ്ടദ്യുമ്നനും ഭീമനും ചേർന്ന് ആ ചെറുപടയുടെ മുഖം അലങ്കരിക്കപ്പെട്ടു. ഇരുപടയുടെയും സൈന്യത്തിൻ്റെ അലയടിയും ആനകളുടെ ചിഹ്നം വിളിയും കുതിരകളുടെ കരച്ചിലും യുദ്ധഭേരിയും എല്ലാം തന്നെ ചേർന്ന് കുരുക്ഷേത്ര ഭൂമിയിൽ ആർത്തിരമ്പുന്ന കടൽ പോലെ പ്രതീതമാക്കിയിരുന്നു. ആദ്യം തന്നെ പാണ്ഡവപ്പട കൗരവപ്പടയിലേക്ക് അതിഭീകരമായ തിരമാല കണക്കെ ആഞ്ഞടിച്ചു. ആ ക്ഷണം തന്നെ കൗരവപ്പട അതിനെ പ്രതിരോധിക്കുവാൻ ആരംഭിച്ചു. എങ്ങും ഭീകരതയുടെ അലയൊലികൾ മാത്രം. മൃഗശംഖധ്വനികൾ ഉച്ചത്തിൽ ഉയരുവാൻ ആരംഭിച്ചു. നരേന്ദ്രന്മാരും അവരുടെ ആനകളും കുതിരകളും പരസ്പരം ഏറ്റുമുട്ടുവാനും തുടങ്ങി. ഭൂമി വിറകൊള്ളും കണക്കെയായി. യുദ്ധം കൊടുമ്പിരി കൊള്ളും തോറും അവയെ എല്ലാം മറികടക്കും കണക്കെ വായുപുത്രൻ ഭീമസേനന്റെ ഗർജനം വിണ്ണോളം ഉയരുന്നതായി ശ്രവിക്കാനാകുന്നു. ഭീമസേനന്റെ ആ ഭീകര സിംഹനാദം സൈന്യത്തെ വിറകൊള്ളിച്ചു. ഭീകരമായ കാർമേഘത്തിലേക്ക് കൊടുങ്കാറ്റ് പാഞ്ഞെടുക്കും കണക്കെ ധൃതരാഷ്ട്രപുത്രന്മാർക്ക് ഇടയിലേക്ക് ഭീമന്റെ ആ ഭീകരനാദവും പുറപ്പെട്ടു. അങ്ങനെ ഭീമസേനൻ അവരിലേക്ക് പാഞ്ഞെടുത്തു. ഭീമന്റെ ആ വരവ് കണ്ട് ഭയന്ന് വിറച്ച ദുര്യോധനൻ, ദുർമുഖൻ, ദുസ്സഹൻ, ശലൻ, ദുശാസനൻ, ദുശമൻ, വിവിശൻ, ചിത്രസേനൻ, വികർണൻ, പരുമിത്രൻ, ജയൻ എന്നിവരും മിന്നൽ ചേർന്ന കാർമേഘം പോലെ വലിയ ആ വില്ലുകൾ കുലച്ചു. ഉറയൂരിയ സർപ്പം കണക്കെ അസ്ത്രങ്ങളെടുത്തു പായിച്ചു. അപ്പോഴേക്കും ദ്രൗപദീപുത്രന്മാരും മഹാരഥന്മാരായ അഭിമന്യുവും നകുലനും സഹദേവനും ദൃഷ്ടദ്യുമ്നനും ചേർന്ന് കൂർത്ത ശരങ്ങളെയ്ത് അവയെ പ്രതിരോധിച്ചു. അങ്ങനെ മുന്നേറി. യുദ്ധത്തിൻ്റെ ഒന്നാം ദിനം സൂര്യൻ അസ്തമിച്ചപ്പോഴേക്കും ഇരുകൂട്ടരുടെയും ധാരാളം സൈനികർക്കും രാജാക്കന്മാർക്കും മാരകമായി പരിക്കേറ്റിരുന്നു. തുടരെയുള്ള അർജുനന്റെ അസ്ത്രങ്ങൾ ഏറ്റുകൊണ്ട് വിറകൊള്ളുന്ന കൗരവപ്പടയെ സംരക്ഷിക്കുന്നതിനായി സാക്ഷാൽ കൗരവ സൈന്യാധിപൻ ഭീഷ്മർ അർജുനനോട് യുദ്ധം ചെയ്തു. കൂടാതെ മഹാവില്ലാളി വീരനാകുന്ന യാദവ ശ്രേഷ്ഠൻ സ്വാർത്ഥകിയും കൂടാതെ യാദവ പ്രമുഖനാകുന്ന ശ്രീകൃഷ്ണ സൈന്യത്തിൻ്റെ സേനാനായകൻ കൃതവർമ്മനും തമ്മിൽ ഏറ്റുമുട്ടി. മഹാബലവാനായ ബൃഹത്ബലനോട് അർജുനപുത്രൻ അഭിമന്യുവും ഏറ്റുമുട്ടുന്നു. കൂടാതെ ആ വേള കോസലപതി അഭിമന്യുവിൻ്റെ കരങ്ങളിൽ വഹിക്കുന്ന വീരചാപം ധരണിയിൽ പതിപ്പിക്കുന്നു. കൂടാതെ അഭിമന്യുവിൻ്റെ സാരഥിയും നിലം പതിക്കുന്നു. സാരഥിയെ നിലംപരിശാക്കിയ കോപത്തിൽ അർജുനപുത്രൻ 9 ദിവ്യചാപങ്ങൾ ബൃഹത്ബലന് എതിരെയായി പ്രയോഗിക്കുന്നു. ദുശാസനൻ നകുലനോടും ശക്തനായ ഭൂരിവസനോട് ശംഖനും ഏറ്റുമുട്ടി. അങ്ങനെ ഒന്നാമത്തെ ദിനം ഇരുപക്ഷവും ഒന്നോടൊന്നായി പോരാടി മുന്നേറി. എന്നിരുന്നാലും അന്നത്തെ കണക്ക് പരിശോധിച്ചാൽ കൂടുതൽ നഷ്ടം പാണ്ഡവപക്ഷത്തിന് ആകുന്നു. അതെന്തെന്നാൽ വിരാട യുവരാജാവും അർജുന ശിഷ്യനുമാകുന്ന ഉത്തരയുടെ സഹോദരൻ ഉത്തരൻ അന്നേ ദിവസം തന്നെ വധിക്കപ്പെട്ടു. അങ്ങനെ യുദ്ധത്തിൻ്റെ ഒന്നാം ദിവസം പാണ്ഡവർക്ക് വൻ നാശം സിദ്ധിച്ചുകൊണ്ട് കടന്നുപോയി.